അപ്പൊ ഗർഭവതിയായാൽ ശ്രദ്ധിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്തെ ദിവസം നമ്മൾ നിക്കാഹ് കഴിഞ്ഞവരാ. ആ ഒന്നാമത്തെ ദിവസം ഭർത്താവിന്റെ കടമ. ഇനി അവർ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുമ്പോ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് നാട്ടിക്കൊടുക്ക് പ്രിയപ്പെട്ട മച്ചാന്ന് പറഞ്ഞു ഭാര്യ അടുക്കളയിൽ പോകുമ്പോ ഭർത്താവ് വന്നിട്ട് വീണ്ടും പറയുകയാണ്, എൻ കണ്ണേ നീ കരയാകൂ, ഉറങ്ങോറങ്ങാരീരാരോ എന്നാരോ. പക്ഷേ അവിടെ ഗർഭവതിയാണെന്നറിഞ്ഞാൽ ആദ്യം നിന്റെ ഭർത്താവിനോട് നീ അത് പറയണമല്ലോ. നിന്റെ ഭർത്താവിനോട് പറയുമ്പോഴും നീ അതറിയുമ്പോഴും ആദ്യം എന്താ നിന്റെ നാവിൽ വരാനുള്ളതെന്നറിയോ? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ആദ്യം കൂട്ടുകാരെ അല്ല വിളിച്ചു പറയേണ്ടത്, പിന്നെ ആരെയാ? വീട്ടിലിരിപ്പുണ്ട് ചുമച്ചു ഉരച്ച് ശ്വാസം വിട്ടും വന്നൊരു സാധനം. ആരാ? നമ്മുടെ മൂപ്പിലാൻ അല്ലേ? മൂപ്പിലാൻ എന്നാ വിളിക്കണേ. വാപ്പാന്ന് വിളിക്കാൻ നമുക്ക് അലർജിയാണ്. ആ വാപ്പാന്റെ അടുത്ത് പോയിട്ട് ഫോണിലൂടെയാണെങ്കിൽ ആദ്യം പറയണം വാപ്പാ. നമ്മുടെ പൊന്നുമോനും ഒരു വാപ്പയായി വാപ്പ. ആദ്യം പറയേണ്ടത് അവിടെയാണ്. മധുരം കൊടുക്കണം, മധുരം കൊടുക്കണം. നിസ്കാരമുള്ള വാപ്പാണെങ്കിൽ വാപ്പായെ കൊണ്ട് കൊടുപ്പിക്കണം. മുറുക്കാനിൽ നിന്ന് ചവച്ചരച്ച് കുഞ്ഞിന്റെ വായി തേച്ചു കൊടുത്താൽ പിന്നെ അതോടുകൂടി നല്ല ഇബാദത്തൊക്കെയുള്ള നല്ല ഹജ്ജൊക്കെ ചെയ്ത് ദിക്റും സ്വലാത്തൊക്കെ ഇട്ട് കഴിയുന്ന അറിവുള്ള ആളാണെങ്കിൽ വാപ്പ നിങ്ങൾ തന്നെ കുടിക്കും മധുരം. സഹോദരിമാര് കൊടുക്കുമ്പോ മധുരം കൊടുക്കുമ്പോ സൂക്ഷിക്കണം. മാമി എന്നെ കൊടുക്കട്ടെ, ഉമ്മാമ എന്നെ കൊടുക്കട്ടെ എന്ന് പറയും. നാക്കിന് നീളം കൂടിയൊരു കൊടുത്താൽ തീർന്നു, അതോടുകൂടി കച്ചവടം കൂട്ടി. കൊച്ചി 2 വയസ്സാവുന്നതിന് മുമ്പ് സംസാരിക്കും, പക്ഷെ ആ സംസാരം എല്ലാവർക്കും ദോഷം ചെയ്യും. അത് വേറെ വിഷയം. സംസാരമൊക്കെ ചിലപ്പോൾ നേരത്തെ നടത്തും, പക്ഷെ അത് ദോഷം ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാവുക. അതുകൊണ്ട് സ്ത്രീകളെ കൊണ്ട് കുടിപ്പിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം കുടിക്കാൻ. അത് ശ്രദ്ധിക്കണം. നല്ല ഉമ്മമാരുണ്ടല്ലോ, എത്ര മര്യാദയുള്ള ഉമ്മമാരുണ്ട്, എത്ര ഭവ്യതയുള്ള ഉമ്മമാരുണ്ട്. അവരെ കൊണ്ട് കുടിപ്പിക്കുക, എന്ത് സന്തോഷമായിരിക്കും. ആണിന് ആണ് കൊടുക്കലും പെണ്ണിന് പെണ്ണ് കൊടുക്കലുമാണ് ഉചിതം. മധുരം കൊടുക്കുക, അങ്ങനെ മധുരം കൊടുക്കുക. അത് കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ, 7ാമത്തെ ദിവസം കുഞ്ഞിന്റെ മുടി കളയുകയും കുഞ്ഞിന് പേരിടുകയും ആ മുടി കളഞ്ഞിട്ട് മുടിയുടെ തൂക്കമനുസരിച്ച് അളവനുസരിച്ച് സ്വർണ്ണമോ വെള്ളിയോ സാധുക്കൾക്ക് സ്വരക്ക കൊടുക്കണം. നാമും നമ്മുടെ മക്കളും എന്ന 10 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന വലിയ സമ്മാനമായ പുസ്തകത്തിൽ അത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഒരു കുഞ്ഞു പിറന്നാൽ ചെയ്യേണ്ടുന്ന കടമകൾ അത് വാങ്ങിച്ചിട്ട് പഠിച്ചെന്റെ സഹോദരിമാരങ്ങൾ ചെയ്യണം. അപ്പൊ 7ാമത്തെ ദിവസം കുഞ്ഞിന്റെ തലമുടി കളഞ്ഞിട്ട് ആ മുടി തൂക്കി നോക്കിയിട്ട് അതിന്റെ സ്വർണമോ പകരമോ ആ സ്വർണമോ വെള്ളിയോ അതിന് പകരം നിങ്ങൾ സുരക്ഷ ചെയ്യണം. സാധുക്കൾക്ക് ഒന്നിങ്ങൾ ഒരു 1/2 ഗ്രാം വരും മോതിരം ഏതെങ്കിലും ഒരു എത്തീം കുഞ്ഞിന് കൊണ്ടുപോയി കൊടുക്കുക. എന്റെ കുഞ്ഞിന്റെ മുടിയുടെ ഭാരമാണ്, വെയിറ്റാണ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ സുരക്ഷ ചെയ്യുക. അത് കഴിഞ്ഞാലോ പേര് വിളിക്കുക. ആദം, ഇദ്രീസ്, നൂഹും ഹൂദും നബി സാലിഹ്, ലൂത്ത്, ഇബ്രാഹിം, സന്തതികൾ ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ്, ജിണ്ടും മരിമുകളിലും പതിരണ്ട് അഴകിന് മരസനം പുരിയുസുതവർ അണികളിൽ സുടുന്നബി അയ്യുബവർ സുലൈമാനും സുലൈമാനും ഹാറൂൻ നബിയും മൂസാഹൂദും അയ്യസബിൽ യാസുബുലൂനിസുമേ സക്കരിയ ദാവൂദും യഹ്യ ഈസ മുഹമ്മദ് നബിയുള്ള താജുൽ അംബിയ സല്ലല്ലാഹു. മനോരമായ പ്രവാചകന്മാരുടെ പേരുകളുണ്ടല്ലോ, ആ പേര് ചേർത്തിട്ട് നിന്റെ പൊന്നോമനക്ക് നീ പേരിട്ട് കൊടുക്കുക. അങ്ങനെ സുന്ദരമായ പേര് വിളിച്ച് അബ്ദുറഹ്മാൻ, മുഹമ്മദ്, അഹമ്മദ് എന്ന മനോഹരമായ പേരുകളെല്ലാം വിളിച്ച് നിന്റെ പൊന്നുമോനെ നീ വിളിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നാളെ പരലോകത്ത് നിന്നെ വിളിക്കപ്പെടുന്നത് നിന്റെ വാപ്പാന്റെ പേര് വിളിക്കപ്പെടുന്നത് മകന്റെ പേരോടൊപ്പമാണ്. മകന്റെ പേരിന്റെ കൂടെയാണ് വാപ്പാനെ വിളിക്കപ്പെടുക എന്ന് വരുമ്പോ വാപ്പാന്റെ പേര് അബ്ദുൽ ഖാദറാണെങ്കിൽ മോന്റെ പേര് ടുട്ടൂന്നാവാൻ പാടില്ല, പരലോകത്ത് വിളിക്കും. വീട്ടിൽ വളർത്തുന്ന കിടാത്തന്റെ പേര് അബ്ബാസ്, മോന്റെ പേര് കിണ്ടു. വീട്ടിൽ വളർത്തുന്ന പശു ഉണ്ടല്ലോ, 10 ലിറ്റർ പാല് തരുന്ന പശുവിന്റെ പേര് ആമിന, മോളെ പേര് അമ്മു. ഇത്രയേ ഉള്ളൂ.
അങ്ങോട്ട് നീണ്ടു മീനാന്ന് വരൂല, അമ്മു പാടില്ല. കോഴി അണ്ണാച്ചിരുന്ന് വാങ്ങണ കോഴിയുടെ പേര് റംല, അത് വളർത്തണ താത്താരെ പേര് സൂസു. ഇത് പാടില്ല, അത് നമ്മൾ ഒഴിവാക്കണം. കാരണം എന്താ, ഇതിങ്ങനെ മാറി വരാൻ പാടില്ല, അത് അങ്ങനെ തന്നെ പോകണം. ഹാജര് ബുക്കൊക്കെ എടുത്ത് നോക്കണം. അള്ളാഹുവെ, പിന്നെ ഈ ആസ്ട്രേലിയൻ ക്രിക്കറ്റുകാരെ പേരിടക്ക് വരി വരി എഴുതിയിരിക്കുകയാണ്, ക്യാപ്റ്റൻ മുതൽ അവിടെ നടന്നുകൊണ്ട് ഹാജര് ബുക്കേ. പിന്നെ ഇപ്പൊ കുറെ മാറ്റമുണ്ട് മക്കളുടെ പേരുകളിൽ. അതെന്താന്ന് ചോദിച്ചാൽ, യുവാക്കൾക്ക് അൽഹംദുലില്ലാ ബോധം വന്നു തുടങ്ങി, ഒരു സംശയവും ആ കാര്യത്തിലില്ല. യുവാക്കൾ കുഞ്ഞു പിറന്നാൽ നല്ല അറബി പേര് തന്നെ ഇടണം എന്ന നിർബന്ധ ബുദ്ധിയുള്ള മക്കളായി മാറി. നല്ല നല്ല പേരുകൾ ഇപ്പൊ വന്നു തുടങ്ങി. ഇടക്കാലത്ത് കുറച്ചതൊന്ന് സ്റ്റോപ്പായി, ഇപ്പൊ അൽഹംദുലില്ലാ ഖൈറായി. അങ്ങനെ തന്നെ ഇടണം, നിയത്ത് ചെയ്യുക. നമ്മൾ വിവാഹം കഴിഞ്ഞാൽ കുഞ്ഞാണാണോ പെണ്ണാണോ രണ്ടിനും ഒരേ പേര് നമ്മൾ കരുതി വെക്കുക. ഇരട്ടയാണെങ്കിൽ മാത്രം അത്യാവശ്യം ഒന്ന് തയ്യാറാക്കി വെക്കുക. ഇപ്പൊ അങ്ങനെയാണല്ലോ. സഹോദരിമാർക്ക് ഒന്നിലും രണ്ടിലും നിർത്തണമെന്നുള്ളത് കൊണ്ട് ഒന്നാമത്തെ പ്രസവത്തിൽ തന്നെ പടച്ചോൻ കരിഞ്ഞരുളുന്നു 4 എണ്ണം എന്താ കിടക്കണം. ഓരോന്നിനും 2.5 കിലോ വീതം പൂർണ്ണമായ വെയിറ്റ്. ഒരു കുഴപ്പമില്ല, ഒന്നാകുമ്പോഴേ 500 ഗ്രാം ആയി പോണം. ഒരു കുഴപ്പം. കല്ലമ്പലത്തെ 4 കുഞ്ഞുങ്ങള്, സജിന ബിജിന കുജിന എന്ന് പറഞ്ഞ് കുറെ പേര്, 4 എണ്ണം. എന്താരോഗ്യം, പത്രത്തിൽ ഇങ്ങനെ കിടക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കുന്നു, മുയൽ കുഞ്ഞുങ്ങളെ പോലെ ഇങ്ങനെ കിടക്കുകയാണ്. എന്താ, നമുക്കൊരു 1 1.5 അരമുറിയാ കിട്ടണമെങ്കിൽ അതിന് 50 ഗ്രാം കാണും. പിന്നെ അത് കുത്തി വെക്കണം, ഇത് കുത്തി വെക്കണം, അവിടെ കൊണ്ടുപോകണം, ഇവിടെ കൊണ്ടുപോകണം. നമ്മൾ ആലോചിക്കുക, ചില സഹോദരിമാർക്ക് അല്ല അങ്ങനെ കൊടുക്കുക. അള്ളാഹു നമുക്കൊക്കെ നല്ല മക്കളെ തരട്ടെ, സ്നേഹമുള്ള മക്കളെ തരട്ടെ. ദുആ ചെയ്താ പോരാ, ആ മക്കളെ എങ്ങനെ ആക്കേണ്ടുന്ന പടവുകൾ കൂടി നമ്മൾ അറിയണം. പിന്നെയോ ആ മക്കളോട് നിനക്കുള്ള ബാധ്യത എന്താ? അഖീഖത്ത് കൊടുക്കുക. അഖീഖത്ത് കൊടുക്കുന്ന കാര്യം നിങ്ങൾ മറന്നു പോകലും. ആൺകുട്ടിയാണെങ്കിൽ 2 കുട്ടിയും, പെൺകുട്ടിയാണെങ്കിൽ 1 കുട്ടിയും എടുത്ത് ശില്പയുടെ മുന്നിൽ പോയടിച്ച് കറങ്ങുന്ന ചെറുപ്പക്കാര് ചിന്തിച്ചു. ആൺകുട്ടിയാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ നല്ല 2 ആടിനെ വാങ്ങിയിട്ട് അറുത്തു കൊടുക്കണം. പെൺകുട്ടിയാണെങ്കിൽ 1 ആടിനെ അറുത്തു കൊടുക്കണം. ആൺകുട്ടി പിറക്കുമ്പോഴും പെൺകുട്ടി പിറക്കുമ്പോഴും സന്തോഷത്തോടെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പാട്ട് നടത്താറുണ്ട്. അള്ളാഹുവിന് വേണ്ടി പാട്ട് നടത്തണം. അതാണ് അക്കീഖത്ത് കൊടുക്കുക. അക്കീഖത്ത് കൊടുക്കുക. എല്ല് മുറിയാതെ മനോഹരമായിട്ട് വാടിയെല്ല് പൊട്ടിപ്പോകാതെ ആ മൃഗത്തിനെ അറുത്തെടുത്തിട്ട് എന്റെ പ്രിയമുള്ളവരെ സാധുക്കൾക്ക് വിതരണം ചെയ്യുക. വേവിച്ചു കൊടുക്കലാണ് ഉത്തമം. എന്നാലും സാഹചര്യം അനുവദിച്ചു പോയതുകൊണ്ട്, സാഹചര്യം നിർബന്ധിച്ചു പോയതുകൊണ്ട് പച്ചയായതും കൊടുക്കൽ കൊണ്ട് അതിന്റെ മഹത്വം നഷ്ടപ്പെടുന്നില്ല. അങ്ങനെ കൊടുക്കണം. പാവപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കണം. ഉലഹിയത്തിന്റെ ഒരുപാട് നിയമനിബന്ധന അതിനകത്ത് വരുന്നുണ്ട്, ഒരുപാട് നിയമങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ആ നിയമം അനുസരിച്ചുകൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യണം. അല്ലാഹു അതിന് ഭാഗ്യം തരട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ചേലാകർമ്മം നടത്തുക. ചേലാകർമ്മം നടത്തൽ സുന്നത്തല്ല, പക്ഷേ അത് സുന്നത്തായി മാറി. ഇപ്പൊ സുന്നത്ത് കല്യാണം എന്ന് പറയുന്നത്, സുന്നത്ത് കല്യാണം ഈ കല്യാണോ കബിൽത്ത് മിങ്ക നിക്കാഹ, മറ്റത് നിർബന്ധമാണ്. കട്ടിങ് അത് നിർബന്ധമാണ്. ചേലാകർമ്മം നിർബന്ധമാണ്. അതുകൊണ്ട് സുന്നത്ത് കല്യാണമാണെന്ന് മക്കളെ പറഞ്ഞ് പഠിപ്പിക്കരുത്. അങ്ങനെ പഠിപ്പിച്ചാൽ കുറച്ചു കാലം വളർന്നു വരുമ്പോൾ അവർ പറയും, വാപ്പാ തലമറയ്ക്കൽ എന്താ സുന്നത്താണ്, അതുകൊണ്ട് അത് വേണ്ട. താടിവെക്കൽ എന്താ സുന്നത്താണെങ്കിൽ വേണ്ട. ചേലാകർമ്മം എന്താ സുന്നത്താണ്, വേണ്ട. അങ്ങനെ അടങ്ങട്ടെ എന്ന് പറയും. ഇത് വെറുതെയല്ല. നബി ചര്യകൾ സുന്നത്തായ ചര്യകളെ പുറംകാലം കൊണ്ട് അനുസരിക്കുമ്പോൾ ഇത് സുന്നത്താണെന്നല്ല പഠിപ്പിച്ചു കൊടുക്കാനുള്ളത്. ചേലാകർമ്മം യജിബുൽ ഖിത്താൻ വജബൽ ഖിത്താൻ ഫിഖ്ഹിന്റെ കിതാബുകൾ പറയുന്നു അത് നിർബന്ധമാണ്. അതും മാതാപിതാക്കളുടെ കടമയാണ് ചെയ്തു കൊടുക്കുക. മാതാപിതാക്കളുടെ കടമയാണ്. അപ്പോ അതോടുകൂടി അവിടം വരെയുള്ള ബാധ്യത കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു 3 കാര്യം നിങ്ങളുടെ മറ്റു മക്കൾക്ക് മര്യാദയോടെ പഠിപ്പിച്ചു കൊടുക്കുക. 3 കാര്യം മര്യാദയോടെ പഠിപ്പിച്ചു കൊടുക്കുക. ചില സഹോദരിമാരില്ലേ, പൊങ്കാലയിടുമ്പോ കുഞ്ഞുമക്കളെ കൊണ്ടുപോകാറുണ്ട്. പൊങ്കാലയുടെ ആദ്യത്തെ ചോറ് കുഞ്ഞോമനയുടെ വായിൽ തേച്ചു കൊടുക്കുന്ന സ്ത്രീകളുടെ ശബരിമലയാള സർവമംഗല മംഗല്യേ സർവേ സദാത്ത സായികേ പ്രായംഭവേ ലക്ഷ്മീ ദേവി ഓം ശക്തി മഹേശ്വരി ഓം
ശക്തി മഹേശ്വരി സർവമംഗളമംഗല്യേ സർവേ സദാപസായികേ. ആറ്റുകാൽ പൊങ്കാളയുടെ മുന്നിൽ പോയി സുടുകട്ടയുടെ മുന്നിൽ കൈകോട്ട് വെച്ചിട്ട് പൊങ്കാളച്ചോറ് കുഞ്ഞിന്റെ വായിലൊന്ന് തൊട്ടുകൊടുക്കാൻ ഗതിയോടെ കാത്തിരിക്കുന്ന ഹൈന്ദവ സഹോദരിമാരുണ്ടല്ലോ. അവരുപോലും മക്കളുടെ വിഷയത്തിൽ ദൈവത്തെ ഭയപ്പെട്ട് അവരുടെ പുരാണങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. അവരുടെ പുരാണങ്ങളിലേക്ക് ഇറങ്ങി വരും. എന്നിട്ടോ രാത്രിയാകുമ്പോ മക്കളെ വിളിച്ചിരുത്തിയിട്ട് അപ്പൂപ്പന്മാരിങ്ങനെ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അപ്പൊ കുഞ്ഞുകുട്ടി കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന ഇങ്ങനെ ആ കുഞ്ഞിങ്ങനെ ചൊല്ലും. അത് കഴിഞ്ഞിട്ടോ രാമ 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 ഭാഗിമ രാമഭാഗം ചെയ്യണേ മുകുന്ദ രാമഭാഗിമ എന്ന് പറഞ്ഞ് ചെമ്പരത്തിപ്പം പറഞ്ഞിട്ട് അമ്മൂമ്മ വരും. മുത്തശ്ശീര് വെക്കുന്ന ഈ കുഞ്ഞും രാമ 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 ഭാഗിമ. പക്ഷെ ഇന്ന് അത് പോയി. അങ്ങനെ ഉണ്ടായിരുന്നു. ഇന്ന് 2 ഞെക്കടി സൂര്യ, 3 ഞെക്കടി കേബിൾ ഏഷ്യാനെറ്റ്, 5 ഞെക്കടി അമൃത. ഇതിങ്ങനെ കാണും. എപ്പോഴാ സന്ധ്യാനേരം മുഴുവനും കുളമാക്കി. നമ്മൾ മുസ്ലിങ്ങൾ മാത്രമല്ല വിഷമിക്കേണ്ട, അവരും തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പോയി. ഒരു വീട്ടിലും ഈശ്വര സ്മരണയില്ല. ക്രിസ്ത്യാനിയാകട്ടെ, ഹിന്ദുക്കളാകട്ടെ, മുസ്ലിങ്ങളാവട്ടെ എല്ലാം പോയി. എവിടെ പോയെന്ന് ചോദിച്ചാൽ നാടിനെ വർഗീയവൽക്കരിക്കുന്ന ആബാലിക ശക്തികൾക്ക് അടിയറവ് പറഞ്ഞു പോയി. നമ്മുടെ കേരളം എന്നും അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിന്നത് എപ്പോഴും മതസൗഹാർദ്ദത്തിന്റെ പേരിലാണ്. നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും എന്റെ പ്രിയമുള്ളവരെ സാമൂതിരി പാടും. അതുപോലെ മൗലാന മുഹമ്മദ് പോലെയുള്ള മതസൗഹാർദ്ദത്തിന്റെ പേരിൽ മരിക്കാമെന്നവർ. അവരുടെ കേരളം അന്നും ഇന്നും പേര് കൊണ്ടത് സൗഹാർദ്ദതയുടെ പേരിലാണെങ്കിൽ അത് മനസ്സിലാക്കിയ ഈ നാടിന്റെ നശീകരണം കുതിക്കുന്നവർ വർഗീയത കുത്തിവെച്ചു നമ്മുടെ സമുദായത്തിലും അന്യ സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങൾ. അപ്പോ ഹൈന്ദവരുടെ രക്തം തിളച്ചു, മുസൽമാന്റെ രക്തം തിളച്ചു, ക്രിസ്തീയരുടെ രക്തം തിളച്ചു. തമ്മിലടിയായി. പള്ളി കാണുമ്പോ കാർക്കശ തുപ്പുന്നു, ക്ഷേത്രം കാണുമ്പോ കല്ലെറിയുന്നു, ചർച്ച് കാണുമ്പോ മലമൂത്ര വിസർജനം നടത്തുന്നു, തമ്മിലടിക്കുന്നു, കുത്തിച്ചാകുന്നു. അങ്ങനെയായിപ്പോയി. അതിന് നമ്മൾ നമ്മുടെ മക്കളെ അഴിച്ചുവിടാൻ പാടില്ല. അതിന് നാം വളമാകാൻ പാടില്ല. മറിച്ച് സഹോദര്യത്തോടെ ഒരുമ്മ മക്കളെ പോലെ മുന്നോട്ട് പോകാൻ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് മനസ്സുണ്ടാവണം. ഏക പ്രജായതേ എന്തുരേക ഏക പ്രകീയതേ ഗോരുവുണ്ടോ സുഹൃതമേവ ഏക ചതുഷ്കൃത. ജനിക്കുന്ന മനുഷ്യാണി ഒറ്റയ്ക്കാണ്, മരിക്കുന്ന മനുഷ്യാണി ഒറ്റയ്ക്കാണ്. നിനക്ക് നാളെ പ്രതിഫലവും ശിക്ഷയും കിട്ടുമ്പോ വാങ്ങാനുള്ളതും നീ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിച്ചു. ധർമ്മോ രക്ഷിത രക്ഷിത, ധർമ്മോ രക്ഷിത രക്ഷിത, ധർമ്മത്തിനെ രക്ഷിച്ച ധർമ്മം നിന്നെ രക്ഷിക്കുമെന്ന് മഹാഭാരതം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കണം, ആലോചിച്ചുകൊണ്ട് പ്രവർത്തിക്കണം എല്ലാ കാര്യവും. അങ്ങനെ മക്കളെ വളർത്തിക്കൊണ്ടുവരികയാണ്. എല്ലാ കടമകളും ബാധ്യതകളും പഠിപ്പിച്ചു.